സൂര്യ കൊമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കോതമംഗലത്തെ മാർ ബസിലേഴ്സ് കോളേജ് ഓഫ് നഴ്സിംഗ് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ വിട്ടു പോകാൻ തോന്നുന്നില്ല. അടുത്തൊരു ബാച്ച് റെഡിയായി നിൽക്കുകയാണ്. അവരിൽ നിന്ന് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് പോയി നോക്കാം. കമാൺ. യെസ്, ചന്ദ്രലേഖ പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത ലാലേട്ടനും ശ്രീനിവാസനുമായിട്ടൊക്കെ മനോഹരമായി കോംബോ ചെയ്തൊരു സിനിമയാണ് ചന്ദ്രലേഖ. സൂപ്പർ ഹിറ്റാണ്. ഇന്നും അത് ആ സിനിമ കണ്ടാൽ നമ്മൾ അറിയാതെ കണ്ടുകൊണ്ടിരുന്നു പോകും. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ സീനുകളാണ്. അപ്പോൾ അതിലെ ലാലേട്ടൻ ശ്രീനിവാസനോട് വന്ന് ദയനീയമായി കുറച്ച് ഡയലോഗുകൾ പറയുന്നുണ്ട്. അതാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവർ ദയനീയമായി പറയാൻ ശ്രമിക്കും. നമുക്ക് നോക്കാം എങ്ങനെ ദയനീയമാകുന്നതെന്ന്. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെ നാട് എവിടെയാണ്? ആലോചിക്കുന്നത് ഇവിടെങ്ങും അല്ല ആള്. നാട് എവിടെയാന്നാ ആലോചിക്കുന്നത്. എവിടെ പറയണോ? ഇവിടെ തന്നെ അല്ലേ നിൽക്കുന്നത്? ഓക്കെ. ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിനെ എന്റെ മേത്ത്. അയ്യോ, ഇങ്ങനെ ഇതെന്താണിത്? ഇതെന്തോ രസകരമായ കഥ പറയുന്നതുകൊണ്ടല്ലേ. ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിനെ എന്റെ മേത്തേക്ക് വെച്ച് തന്നു. എന്നിട്ട് ഞാൻ അതിനെ പിടിച്ച് ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോ കൊറേ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് അല്ല എന്റെ അകത്തേക്ക് എത്തിയിട്ടോ. എന്നിട്ട് കൊറേ ഒപ്പിടാൻ പറഞ്ഞു. ഒപ്പിട്ട് പിന്നെ ഞാൻ നാരായണൻ ഓം ശാന്തി ഓം. ഷാരൂഖ് ഖാന്റെ പടം. ഷാരൂഖ് ഖാന്റെ ജൂം ബറാബർ ജൂം. താൻ ഷാരൂഖ് ഖാന്റെ പടം പറഞ്ഞ ഞാൻ അമിതാഭ് ബച്ചന്റെ പടം പറയും. നായരായി നായരെന്ന് പറഞ്ഞ എന്തുവാ? കെട്ടിയ. ഓക്കെ. എന്നിട്ട് നായരേ അപ്പൊ ഞാൻ 1ാം ക്ലാസ്സിലെ കുട്ടികളെ എഴുന്നേറ്റ് ഉത്തരം പറയുന്ന കൊണ്ട് ഓർത്തോർത്ത് കൊല്ലവർഷം നായരായപ്പോ ഞാൻ അവിടെ ഇരുന്ന് അല്ല എന്നൊരു പെട്ടിയും പിടിച്ചവിടെ ഇരുത്തി. പെട്ടി പിടിച്ചിരുത്തി. പെട്ടിയും താങ്ങി പിടിച്ചിരുന്നു. എന്നെ നടത്തടാ. പണിക്ക് പോണേ. എന്നെ കൊണ്ട് ഇരുത്തടാ. ഒടിച്ചു മുടക്കാൻ ഇരുത്തും. എന്നെ കിടത്തടാ. ഊതി ഞാൻ കെടുത്തും. അപ്പൊ മറ്റേ മാമൻ വന്ന്. ഏത് മാമൻ? ഒരു ഒലക്കയുടെ മൂടുള്ള ഒരു മാമൻ വന്ന്. ഒലക്കയുടെ മൂടുള്ള മാമനോ? ഒരു കാറുള്ള മാമൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാമൻ വന്ന്. ആരുടെ മാമൻ? മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ അമ്മയാക്കൾക്ക്. ശവം. പെണ്ണിന്റെ മാമനോ അല്ല അതോ എന്റെ മാമനോ? മോഹൻലാലിന്റെ മാമനെന്ന് മാമൻ വന്ന്. മാമൻ വന്നിട്ട് മാമൻ വന്നിട്ട് 1 മിനിറ്റ് പറഞ്ഞോ. ആ പോലീസിനെയൊക്കെ കൂട്ടി വന്ന്. എന്നിട്ട് പോലീസിന്റെ കണ്ണിപ്പെടണ്ടല്ലോ ഓർത്ത് നിന്ന്. ആര് നിന്ന്? ഞാനാ പെട്ടിയും പിടിച്ച് നിന്ന്. എന്തോ ഭൂതത്തെ പോലെ നിന്ന്. ഭൂതത്തെ പോലെ നിന്നോ? മുഖത്തിനെന്ത് പറ്റി? പ്രേതാടോ? പ്രേതോ എവിടെ? അയ്യോ, ഭൂതത്തെ പോലെ പെട്ടീനെ നിധി കാക്കുന്നത് പോലെ നിന്ന് പറഞ്ഞ് ഭൂതം നിധി കാക്കുന്നത് പോലെ നിന്ന്. പാവോട് അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. നിന്നിട്ട് രാവിലെ അച്ഛനും പിന്നെ രാവിലെ അച്ഛനും ആരുടെ പെണ്ണിന്റെ അച്ഛനും പിന്നെ കുറച്ച് ഗുണ്ടകളും കൂട്ടി വന്നു. ഗുണ്ടകളോ? അയ്യോ, കഥ മാറ്റുന്നു കേട്ടോ. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ആൾക്കാരെയും കൂട്ടി വന്നു. അച്ഛൻ താഴെ കിടന്നു. അച്ഛൻ താഴെയും അപ്പുറത്ത് പെണ്ണും കിടന്നു. എന്തിന്? അങ്ങനല്ലല്ലോ കഥ. വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ് ഇത് അഭിനയിക്കാനൊന്നും ഈ സുഗുണം മുത്തുന്നിട്ട് കിട്ടില്ല. മൊത്തം പൊളിക്കേണ്ടി വരും. തല ഇറങ്ങി വീട് സൈഡില് അച്ഛനും കിടന്നു. വേണ്ട, ഇപ്പുറത്ത് പെണ്ണും കിടന്നു. അപ്പൊ പിന്നെ ഞാൻ പെട്ടിയും പിടിച്ച് കാലെ കിടന്നു. എന്നിട്ട് താഴേക്ക് വീണു. എന്നിട്ട് ഇപ്പുറത്ത് അച്ഛനും ഇപ്പുറത്ത് മോളും ഞാൻ വേഗം പെട്ടിയും പിടിച്ച് ഓടിപ്പോന്നു. എന്തോ കോടീശ്വരന്റെ മോളാന്ന് കേട്ടത്. എന്റെ ജീവിതത്തിലാദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ കഥ പറയുന്ന കേൾക്കുന്നത്. ഓക്കെ, ഇത്തിരി വെള്ളം കൊണ്ടുപോടെ ആരെങ്കിലും. അതും പ്രതീക്ഷിക്കണ്ടേ.
വിളിക്കുന്നു? എന്താ പേരെന്താണ്? ഏഞ്ചൽ. എവിടെയാണ്? ഇവിടെ ഏത്? 4th ഇയർ. ഏഞ്ചൽ മനോഹരമായി പാടുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആദ്യം പാട്ടിൽ തന്നെ തുടങ്ങാം. തന്ദീനം താനാനോ തന്നനോ തന്ദീനം താനാനോ തന്ദീനം താനാനോ തന്നനോ തന്ദീനം താനാനോ ഇല്ലി മുള്ളം മേലെ പറക്കും ചെമ്മാനം കുരുവേ എന്താണ് പെണ്ണേ നീ മക്കളും ഭൂമിയിലിരിക്കാത്തേ തന്ദീനം താനാനോ തന്നനോ തന്ദീനം താനാനോ തന്ദീനം താനാനോ തന്നനോ തന്ദീനം താനാനോ പാമ്പാണ് പാമ്പാണ് പൊന്നമ്മേ കാവിലെ പാമ്പാണേ പൊത്തിലും പാടത്തും പൊന്നമ്മേ നാടോടി വളരുക തന്ദീനം താനാനോ തന്നനോ തന്ദീനം താനാനോ 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 ഇല്ലിമുള്ളം മേലെ പറക്കും ചെമ്മാനം കുരുവിയേ എന്താണ് പെണ്ണേ നീ മക്കളും ഭൂമിയിലിരിക്കാത്തേ. ഭയങ്കര രസകരമായിട്ട് തന്നെ ആ നാടൻ പാട്ടിൻ്റെ ആ ഒരു ശൈലിയിൽ തന്നെ ആ വോയിസൊക്കെ വന്നു, മോഡുലേഷനൊക്കെ വന്നു, വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? ഇന്നലെ രാത്രി ആദ്യ ചത്ത ശവത്തിനെയും കൊണ്ട് എന്നെ വടിയിലേക്ക് വെച്ച് തന്നില്ലേ, അവിടുന്ന് ഞാൻ അവളെയും കൂട്ടി ആശുപത്രിയിലേക്ക് ചെന്നു. അവിടെ പിടിച്ചവര് എന്നെ ആശുപത്രിയിലേക്ക് കയറ്റി. അവിടെ ചെന്നപ്പോ ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ആ പേപ്പറിലൊക്കെ ഒപ്പിട്ട് അവിടെ ചെന്നപ്പോ ഞാൻ അവിടെ 1000 അവിടെ ചെന്നപ്പോ ഒരു പെട്ടി എന്നെ തന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. ആ പെട്ടി കൊണ്ട് എങ്ങനെ അല്ല കുത്തിരിക്കാൻ പറഞ്ഞു. നിധി കാക്കുന്നു നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറഞ്ഞ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ആ പെട്ടി കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ നിന്റെ മാമ ഒലക്കയുടെ മൂട് അന്വേഷിച്ച് കുറെ പോലീസുകാരായിട്ട് അവിടെ കറങ്ങി നടന്നു. നിധി ആക്കുന്ന ഭൂത്തെ പോലെ ഞാനവിടെ ഇരുന്ന്. പിറ്റേസം രാവിലെ ആയപ്പോ നിന്റെ തന്ത കുറെ നാട്ടുകാരെ വിളിച്ചോണ്ട് വന്ന്. അല്ല മാമയുടെ തന്ത, പെണ്ണിന്റെ തന്ത. എന്താ ഇബ്രാഹിം കുട്ടി? മുഹമ്മദ് കുട്ടി. എന്റെ പേര് പെണ്ണിന്റെ തന്ന കുറെ നാട്ടുകാരെ വിളിച്ചോണ്ട് അലിച്ചു വലി വന്ന്. അവിടെ ചെന്നപ്പോ അയാൾ അവിടുന്ന് എന്റെ കാലിലേക്ക് അവിടുന്ന് താഴത്തേക്കും വീണ്. ആ ഗ്യാപ്പിന് ഞാൻ പെട്ടി കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഒരു സൈഡില് പെണ്ണും അവസാനത്തെ വലി വലിച്ച് ബാപ്പ ഇപ്പുറത്തെ സൈഡിലും കിടന്നു. ആ ഗ്യാപ്പിൽ ഞാൻ പെട്ടി കൊണ്ട് രക്ഷപ്പെട്ടു പോയി. ആ പെണ്ണ് ഇതോ കോടീശ്വരന്റെ മകളാന്നാ പറഞ്ഞേ. എന്താണ് പേര്? ഹൈഡ. ഹൈഡ എവിടെയാ നാട്? ഇവിടെ അങ്ങും അല്ലല്ലേ ആള്? സ്ക്രിപ്റ്റ് ഓർത്തോണ്ടിരിക്കുകയാണോ? പിന്നെന്ത് പറ്റി? എന്താ എന്ത് പറ്റി? ഇവിടെ അല്ലെന്ന് തോന്നല്ലേ ആള്? ആണോ? അപ്പൊ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? ഇന്നലെ രാത്രി പാതിച്ചത്തൊരു ശവത്തിന് എന്റെ മടി വെച്ച് തന്നില്ലേ, അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് ചെന്ന്. അവിടെ ചെന്നപ്പോ അവരെന്നെ പിടിച്ചു വലിച്ച് ആശുപത്രിയിലേക്ക് കയറ്റി. കുറെ ചവറ് പേപ്പർ തന്നിട്ട് എന്റെ അടുത്ത് ഒപ്പിടാൻ പറഞ്ഞു. ഞാനതൊക്കെ ആ വെപ്രാളത്തിൽ ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ അവളെ നായരായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീതാംബരൻ ഒറ്റ അപ്പം പോലും തിന്നിട്ടില്ല. എന്നിട്ടൊരു പെട്ടി എടുത്ത് വെച്ചിട്ട് പെട്ടി എന്റെ തലയിൽ എടുത്ത് വെച്ചിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇരുന്നോ? ഇരുന്നു. ഇരുന്നിട്ട് അവിടെ രക്ഷപ്പെടണ്ടായിരുന്നോ? എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നിന്റെ മാമന്റെ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? നിന്റെ മാമന്റെ ഒലക്കയുടെ മൂട് വെച്ച് അവക്ക് ചെറിയൊരു ഇൻഫോസിസിന്റെ ആരംഭം. എന്താ അവരെല്ലാരും അല്ല എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് എന്റെ അച്ഛനും എന്റെ പോലീസുകാരെല്ലാം കൂടി വന്നപ്പോ മാമൻ അവളുടെ അച്ഛനും പോലീസുകാരെല്ലാം കൂടി ആശുപത്രി. എനിക്ക് അപ്പനെ അടിക്കാൻ മുടിയുമോ മുടിയാതാ? എനിക്ക് അപ്പന്റെ ആക്ടിങ് അറിയില്ല. നിന്റെ മാമനും
ആ പോലീസുകാരെല്ലാം കൂടി ആശുപത്രി ചുറ്റും അവിടെ വന്നു. എന്റെ കണ്ണി പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ പെട്ടിയായിട്ട് നിധിയാക്കുന്ന പോലത്തെ പോലെ അവിടെ കുത്തിയിരുന്നു. പിറ്റേന്ന് രാവിലെ അവളുടെ അച്ഛനും പോലീസുകാരെല്ലാം കൂടി അവളുടെ അച്ഛനും അവളുടെ ബന്ധുക്കാരൊക്കെ വന്നു. വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. അച്ഛൻ എന്റെ കാലിലോട്ടും മറിഞ്ഞ് അപ്പുറത്തോട്ടും വീണു, താഴോട്ടും വീണു. അവസാന ശ്വാസം വലിച്ച് അവിടെ കിടന്ന് കുട്ടി അപ്പുറത്ത് കിടന്നു. ആ സമയം കൊണ്ട് ഞാൻ പെട്ടിയെടുത്ത് രക്ഷപ്പെടാന്ന് വിചാരിച്ചു. അവൾ ഏതോ കൊടീശ്വരന്റെ മകളാണ്. അയ്യോ ശരി സാർ. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നു കേട്ടോ, ദൈവമേ മറക്കല്ലേ. എന്താണ് പേര്? അക്സ. എവിടെ ഇവിടെ ഏത് ഇയറായി? തേർഡ് ഇയർ. തുടങ്ങാം. മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? സത്യം പറ. ഇന്നലെ രാത്രി പാതി ചിത്രശവത്തിനെ എല്ലാരും പിടിച്ചിട്ട് മടിയിലിട്ട് കൊണ്ട് തന്നില്ലേ, അതിനെ പിടിച്ച് ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിന്റെ തലയെ പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് തലയെ പിടിച്ചോണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പം അവരെല്ലാം കൂടെ പിടിച്ചെല്ലാം കൂടെ എന്നെ അകത്തേക്ക് കയറ്റി. എന്നിട്ട് അവിടെ കുറെ ചവറ് പേപ്പറിലേക്ക് ഒപ്പിടാൻ തന്നു. ആ പേപ്പറാളത്ത് ഞാൻ എല്ലാം ഒപ്പിടുകയും ചെയ്തു. ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഒരു പെട്ടി എന്റെ തലയിലേക്ക് വെച്ചിരുന്നിട്ട് ഞാൻ അവിടെ കുത്തിയിരുന്നു. എന്നിട്ട് എന്താ ആ സമയത്ത് സംഭവിച്ചു? ആ സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ടുകൂടായിരുന്ന പെട്ടിയാട്ട് മുടിഞ്ഞ മാമ. മാമനോ? ആരുടെ മാമൻ? ഞാൻ മാമനല്ല, രാമൻ. ഈ അടുത്ത ഇവിടുത്തെ പൂജാരിയാ. അപ്പോഴാണ് നിന്റെ മാമ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂട് അന്വേഷിച്ച പോലീസ് എല്ലാവരും കൂടെ അവിടെ വന്നിട്ട് ഞാൻ എങ്ങനെയും അവരെ കണ്ണിപ്പെടാതെ രക്ഷപ്പെടാൻ നോക്കിയപ്പോ അവിടെ വീണു. കതിനായിരുന്നു. എന്താ പ്രശ്നട്ടാ? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ അതിർത്തിയിലാണെന്ന് ഓർത്തുപോയി. പെട്ടിക്കൊണ്ട് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടോ? ഇത്ര പേര് പറഞ്ഞല്ലേ രക്ഷപ്പെട്ടോ? അവിടെ ഇരുന്നില്ലേ നേരം വിളിക്കുന്നവരാ? നേരം വിളിക്കുന്നവരെ അവിടെ പെട്ടിയും കുത്തി പിടിച്ച് അവിടെ. അപ്പൊ ആര് വന്നു? അവളുടെ തന്തയും ഓരോ കൂട്ടുകാരും കൂടെ. കൂട്ടുകാരോ? ബന്ധുക്കൾ? അവര് മുണ്ടകളല്ല, അവര് ബന്ധുക്കളുമായിട്ട് വന്നു. ബന്ധുക്കാരും തന്തയും കുറെ അന്വേഷിച്ചിട്ടുണ്ട്. വന്നപ്പം ഞാൻ ഈ അച്ഛൻ എന്ത് ചെയ്ത്? തലയും ചുറ്റി കാലി വീണു. പിന്നെ കാലിലേക്ക് വന്ന് വീണ. അവിടുന്ന് വൈഫിന് എന്തിന്റെ ആരംഭം? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അച്ഛൻ അവസാന ശ്വാസം വലിച്ച അവിടെ അവസാനത്തെ വലി വലിച്ചോണ്ട് തന്ത അപ്പുറത്തും വീണില്ല, വീണ് കിടന്നു. ശരി. എന്നിട്ട് ആ സമയത്ത് എന്ത് ചെയ്ത് ഇയാള്? മറന്നുപോയി. ആണാ 77-15 അതാ 12-13 എന്തായാലും KL7 ആണെന്ന് ഉറപ്പാണ്. ആ സമയത്ത് ആ പെട്ടിയായിട്ട് ആ സമയത്ത് ഞാൻ ആ പെട്ടിയും കൊണ്ട് ഓടിപ്പോയി. ഇങ്ങോട്ട് വന്നു, തിരിച്ചു വന്നു. അവരെങ്ങനെ? പിന്നെ അത് കോടീശ്വരന്റെ മോളാണ്. അത് മാത്രമല്ല, കോടീശ്വരന്റെ മോളാണെന്ന് മാത്രം ഓർത്ത് വെച്ചിരുന്നു. എന്താ പേര്? അഭിരാമി. എവിടെയാണ് നാട്? തൊടുപുഴയാണ്. എവിടെ ആയിരുന്നു ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിൽ എല്ലാവരും കൂടെ തലമാടിയിലോട്ട് വെച്ച് തന്നു. അവളെ താങ്ങി പിടിച്ചുകൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് ആശുപത്രിയിലോട്ട് കയറ്റി. അപ്പോഴേക്കും കുറെ ചവറ് പോലത്തെ പേപ്പറെല്ലാം കൂടെ ഒപ്പിടാൻ പറഞ്ഞു. ആ പേപ്പറെടുത്ത് ഞാൻ ആ പേപ്പറിലൊക്കെ ഒപ്പിട്ടു. അങ്ങനെ ഞാൻ അവളുടെ നായരായി. കഷ്ടം തന്നെ. എടാ, എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞത്. അപ്പൊ പറ്റ പെട്ടിയൊന്നും കൊണ്ടു തന്നില്ലേ അവര്? അത് ഈ പെട്ടി എന്നിട്ട് അവരെല്ലാം തല വെച്ച് തന്നു. എന്നിട്ട് എന്നോട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. അപ്പൊ രക്ഷപ്പെടണ്ടായിരുന്നു അവിടുത്തെ പെട്ടിയോട്ട്? ഈ പെട്ടിയും കൊണ്ട് എങ്ങനെയല്ലേ രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും കുറെ ആൾക്കാരുമായിട്ട് അവിടെ കറങ്ങി നടക്കുക. പോലീസുകാരാണോ? കുറെ പോലീസുകാരായിട്ട് അവിടെ കറങ്ങി നടക്കുവായിരുന്നു. അപ്പൊ അവരുടെ കണ്ടിപ്പെട്ട് പുലിവാലാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഈ പെട്ടിയും കൊണ്ട് നിധിയാക്കുന്ന പോലത്തെ പോലെ അവിടെ ഇരുന്നു. നേരെ വിളിച്ച് അവളുടെ തന്ത കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ആശുപത്രിയിലോട്ട് വന്നു. ആ തന്ത എന്നെ കണ്ട് അവരെ വിളിച്ച് നിലത്തോട്ടും അവിടുന്ന് തല താഴോട്ടും. വെട്ടിയിട്ട വാഴ പോലെ പെണ്ണ സൈഡിലും അവസാനത്തെ ശ്വാസം വെച്ചുകൊണ്ട് ആ തന്ത അപ്പുറത്തും. എങ്ങനെ അത് ഈ പെട്ടിയെ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിങ്ങ് പോന്നു. ആ പെണ്ണ് ഏതാണ്ട് കശാരന്റെ മകളാന്നാ പറഞ്ഞത്. കോടീശ്വരന്റെ ആണോ? ഓക്കെ. എങ്ങനെയുണ്ട്? സ്നേഹ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും എങ്ങനെയുണ്ട്? പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നാട് എവിടെയാണ് സ്നേഹയുടെ? ഇവിടെ ഇപ്പോൾ ഏത് ഇയറാണ്? ഇപ്പോൾ സ്നേഹ നമുക്കായിട്ട് വളരെ മനോഹരമായി അഭിനയിക്കാൻ പോവുകയാണ്.
ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? ഇന്നലെ രാത്രി പാതി ചത്തൊരു ഏതോ റൊമാൻറ്റിക് സീൻ അഭിനയിക്കുന്നതൊക്കെയുണ്ട്. ഇന്നലെ പാതിരാത്രി ഇന്നലെ രാത്രി പാതി ചത്തൊരു പെണ്ണിനെ എന്റെ തലയിൽ മടിയിലേക്ക് വെച്ച് തന്നു. ആര്? എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം വാത്സല്യം വേണേ. അത് പൊക്കളല്ല, പിന്നെ അത് കപ്പിളാ. ഇന്നലെ പാതി ഇന്നലെ രാത്രി പാതി ചത്തൊരു പെണ്ണിനെ എന്റെ മടിയിലേക്ക് വെച്ച് തന്നില്ലേ? ആ പെണ്ണിനെ ചുമന്നുകൊണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയി. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ മനസ്സിൽ ആശുപത്രിയിലേക്ക് കയറ്റി. എന്തിനാണ്ട് കുറെ ചവറ് പോലെ പേപ്പറുകൾ കുറെ എനിക്ക് തന്നു. അതിലൊക്കെ ഞാൻ ഒപ്പിട്ടു ഒരു വെപ്രാളത്തിന്. വെപ്രാളത്തിന് എന്നിട്ട് അവിടെ ഇരുന്നൊരു പെട്ടിന്റെ അപ്പോഴത്തേക്ക് എന്തായി? അവിടെ ഇരുന്നൊരു പെട്ടിന്റെ അങ്ങനല്ല, നായരായ അപ്പൊ അവളെന്നെ എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അയ്യോ, ഞാൻ അവളുടെ നായരായി. എന്നിട്ട് അവര് എനിക്കൊരു പെട്ടി തന്നു. അത് പെട്ടി തലയിൽ വെച്ച് ഞാൻ കുത്തിയിരുന്നു. എന്നിട്ട് രക്ഷപ്പെട്ടുകൂടായിരുന്നു ആ സമയം കൊണ്ട്. ഞാൻ അതുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ നിന്റെ മുടിയ മാമ ഒലക്കയുടെ മൂടും തപ്പിക്കൊണ്ട് അവിടെ കുറെ പോലീസുകാരെ കൊണ്ട് ആശുപത്രിയിലേക്ക് വന്നായിരുന്നു. അതിനെ അവരുടെ കണ്ണിൽ പെട്ട് പുലിവാലാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അവിടെ പെട്ടിയും തലയിൽ വെച്ചോണ്ടിരുന്നു. നേരം വെളുത്തപ്പോ അവളുടെ മാമ കുറെ അവളുടെ മാമ വീണ്ടും വന്നു. അവളുടെ അച്ഛൻ അവളുടെ തന്ത കുറെ ബന്ധുക്കാരുമായിട്ട് എന്താ പട പോലെ അലറി വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്ത്? അവളുടെ തന്ത എന്നെ കണ്ടു. എന്നിട്ട് എന്തോ ചെയ്ത്? മീൻസ് അടിച്ചു തല്ലി എന്റെ കാലിലേക്ക്, അവിടുന്ന് താഴത്തോട്ട്. എന്നിട്ട് വെട്ടിയിട്ട തണ്ടുപോലെ ഒരു സൈഡില് അവളും അവസാനത്തെ വലിയ വലിച്ചുകൊണ്ടിരിക്കണ തന്ത അപ്പുറത്തും. അവളെന്തോ ഒരു കോടീശ്വരനാണ്. അല്ല, ആ സമയം കൊണ്ട് നീ എന്തോ ചെയ്തു? ഞാൻ ആ സമയം കൊണ്ട് പെട്ടി കൊണ്ട് രക്ഷപ്പെട്ടു. അവളെന്തോ കോടീശ്വരനാണെന്നാ പറഞ്ഞേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചിരി വീഴല്ലേ എന്ന്. രക്ഷപ്പെട്ടു, പോയിക്കോ. അട്രാക്റ്റീവ് സീനറി, കാഷ് പുഷ് കൊണാപ്ലിക്കേഷൻ. അവിടെ പോയി ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. ജസ്ന വന്ന് വീഴയാണ് ഇത്. ജസ്ന എവിടെയാ നാട്? ഇവിടെ ഏത് ഇയറായി? തുടങ്ങാം നമുക്ക്. ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? ഇന്നലെ രാത്രി ഒരു പാതിച്ചത്ത ശവം പാതിച്ചത്ത പെണ്ണിനെ എന്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ? അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അപ്പൊ കുറെ പണ്ടാര ആൾക്കാര് എന്നെ ആശുപത്രിയിലോട്ട് തള്ളി കയറ്റി. കുറെ ചവറ് പേപ്പറുകളിൽ എന്റെ അടുത്ത് ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അതോടെ ഞാൻ അവളുടെ നായരുമായി. ആ പെട്ടി എന്റെ തലയെ കയറ്റി വെച്ച് അവിടെ കുത്തിപ്പിടിച്ചിരിക്കാൻ പറഞ്ഞു. ആ തക്കം നോക്കി ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പൊ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും തപ്പി കുറെ പോലീസുകാരായിട്ട് അവിടെ കറങ്ങി നടക്കുന്നു. അയാളുടെ കണ്ണി പെട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുത്തിപ്പിടിച്ചിരുന്നു. നേരം വെളുത്തപ്പോ എന്തായി? നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാരും കൂടി അലറി തള്ളി ആശുപത്രിയിലോട്ട് വന്നു. പിന്നെ അലറി തള്ളി എന്നെ കണ്ടതും ആ തന്ത എന്റെ കാലിലോട്ട് വീണു. പിന്നെ തലയും കുത്തി താഴോട്ടു. വെട്ടിയിട്ട പോലെ ഒരു സൈഡില് പെണ്ണും അവസാനത്തെ വലിയും വലിച്ചുകൊണ്ട് അപ്പുറത്ത് തന്തയും. ആ സമയം അതൊക്കെ നോക്കി ഞാൻ പെട്ടി എടുത്തോണ്ട് രക്ഷപ്പെട്ടു. ഏതോ കോടീശ്വരന്റെ മോളാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ വളരെ മനോഹരമായി തന്നെ എല്ലാവരും പെർഫോം ചെയ്തു. എങ്കിലും ചെറിയ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത്. ഇത് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ഗ്രേഡൊന്നുമില്ല. ഒരാളെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്, മിസ്റ്റർ അനുഷ്. അനുഷ് വളരെ മനോഹരമായി തന്നെ ആ സ്ക്രിപ്റ്റ് മറക്കാതെ
ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വളരെ മനോഹരമായി ആക്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അനുഷിന് LGO CP ബാത്റൂംസ് ആൻഡ് ഫിറ്റിങ്സ് നൽകുന്ന മനോഹരമായ ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. യെസ്, ഇനി വരുന്നു അടുത്ത പ്രൈസ് വാങ്ങാനായിട്ട് വളരെ മനോഹരമായി ആക്ട് ചെയ്ത ഭാവിയിലെ നല്ലൊരു ആക്ട്രസ്സായി മാറാൻ ചാൻസ് ഉള്ള എബ്ലിസ്. മറ്റേ അതൊക്കെ കിട്ടില്ലേ? ഓക്കെ, ആമി ഹെയർ ഓയിലാണ് അവർ തരുന്നൊരു ഗിഫ്റ്റാണ്. അമ്മയുടെ സ്നേഹം പോലെ കരുത്തുറ്റ മുടിയിഴകൾക്കായി. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇനി നമുക്ക് വിളിക്കാം എസ്തർ. എസ്റ്ററിന് കേരളാസ് നേച്ചർ പ്രീമിയം ബനാനാസ് നൽകുന്ന ബി നാനയുടെ ഒരു ഗിഫ്റ്റ്. ഒരു സെക്കൻഡ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ക്യാപ്പ് കൂടി. ഓക്കെ, യെസ്. ഇനി വരുന്നു അയന. ദ ടേസ്റ്റ് ഓഫ് സ്പൈസ് ആൻഡ് ഫുഡ്സ് വെസ്റ്റേൺ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. പിന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഇനി നമുക്ക് വിളിക്കാം ആരെയാ? ഗൗരി. ഗൗരി എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ, സുഹൃത്താണല്ലേ? ഓക്കെ, ഇത് ബ്ലാക്ക് സിംബ നൽകുന്ന എനർജി ഡ്രിങ്കാണ്. പ്രീമിയം എനർജി ഡ്രിങ്കാണ്. പവറാണ്, യൂത്തുകൾക്ക് പവറിന് വേണ്ടിയിട്ട് ഇറക്കിയ സാധനമാണ്. ഇതാ, കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പം ഐശ്വര്യമായിട്ട് ഇവിടെ ആദ്യം വന്ന ഐശ്വര്യയെ തന്നെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ആദ്യം ഒരു വേദിയിലേക്ക് കടന്നു വരുന്നത് എപ്പോഴും ഒരു വളരെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൈസും. ബ്ലാക്ക് സിംബ നൽകുന്ന പ്രീമിയം എനർജി ഡ്രിങ്കാണ്. കൺഗ്രാറ്റ്സ്. ഈ ഒരു വ്യക്തിക്കൊരു സ്പെഷ്യൽ പ്രൈസാണ്. കാരണം നമ്മുടെ ക്രൂ ഉൾപ്പെടെ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിരിച്ച് കരയുകയും ആ കരച്ചിൽ നിന്ന് വീണ്ടും ചിരി ഉടലെടുക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് വിളിക്കുന്നത് സ്നേഹ. സ്നേഹയ്ക്കൊരു സ്പെഷ്യൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം തന്നെ ഇരിക്കട്ടെ. കൺഗ്രാറ്റ്സ്. യെസ്, മാർ ബസേലിയസ് കോളേജിലെ കുട്ടികളൊക്കെ ഞാൻ പറയുന്നില്ല ഒന്നാന്തര പൊളിയായിരുന്നു, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. പക്ഷേ ഈ കോളേജിൽ നിന്ന് ഇനിയും ഞങ്ങൾ പോകുന്നില്ല, കാരണം മറ്റൊരു ബാച്ച് അവിടെ റെഡിയായി നിൽക്കുകയാണ്. അതുവരെയും ഗുഡ് ബൈ.